KLDC കനാലിന് കുറുകെ കൊന്തിപുലത്ത് നിർമ്മിച്ച താൽക്കാലിക തടയണ പൊളിച്ചു നീക്കാത്തതിനാൽ പറപ്പൂക്കര പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണി. കാർഷിക ആവശ്യത്തിന് കനാലിൽ നിർമ്മിച്ച തടയണയാണ് കാലവർഷം ശക്തിപ്പെട്ടിട്ടും പൊളിച്ചു നീക്കാതിരിക്കുന്നത്. KLDC കനാലിന് കുറുകെ കൊന്തിപുലത്ത് നിർമ്മിച്ച താൽക്കാലിക തടയണ പൊളിച്ചു നീക്കാത്തതിനാൽ പറപ്പൂക്കര പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണി. കാർഷിക ആവശ്യത്തിന് കനാലിൽ നിർമ്മിച്ച തടയണയാണ് കാലവർഷം ശക്തിപ്പെട്ടിട്ടും പൊളിച്ചു നീക്കാതിരിക്കുന്നത്. ഇതോടെയാണ് തടയണയിൽ ജലനിരപ്പ് ഉയർന്ന് സമീപത്തെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറി തുടങ്ങിയത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ 15, 16, 17, 18 വാർഡുകളിലെ തീരദേശങ്ങളിലാണ് വെള്ളക്കെട്ട് ഭീഷണി നിലനിൽക്കുന്നത്. KLDC കനാലിൽ കൊന്തിപുലത്ത് കാർഷികാവശ്യങ്ങൾക്കായി എല്ലാ വർഷവും താൽക്കാലിക തടയണ നിർമ്മിക്കാറുണ്ട്. സാധാരണയായി ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലെ കൃഷി ആവശ്യങ്ങൾക്ക് ശേഷം ഏപ്രിൽ മാസത്തിൽ തടയണ നീക്കം ചെയ്യേണ്ടതാണെങ്കിലും ഇത്തവണ ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. ശക്തമായ മഴ തുടരുന്നതിനാൽ കനാലിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യത വർദ്ധിച്ചതായാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. കൊന്തിപുലത്തെ താൽക്കാലിക തടയണ അടിയന്തരമായി പൊളിച്ചു നീക്കി വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കണമെന്ന് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A. രാജീവും പഞ്ചായത്ത് അംഗം ഷാജു കോമ്പാറക്കാരനും ആവശ്യപ്പെട്ടു. കനകമലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രവിപുരത്ത് അവസാനിക്കുന്ന KLDC കനാലിൻ്റെ കോന്തിപുലത്തെത്തുമ്പോൾ കാർഷിക ആവശ്യത്തിന് വേണ്ടി ഒരു താൽക്കാലിക തടയണ നിർമ്മിച്ചിട്ടുണ്ട്. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ കാർഷിക ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച് ഏപ്രിലോടുകൂടി പൊളിച്ച് കളയേണ്ട ഒരു തടയണയാണ്. ഇപ്പോൾ ഏപ്രിൽ മാസം ആയി കഴിഞ്ഞിട്ട് നാളെ ഇതുവരെ ഈ തടയണ പൊളിച്ചു മാറ്റിയിട്ടില്ല. ഈ 2-3 ദിവസമായിട്ട് നന്നായിട്ടുണ്ടായ മഴയിൽ കനാലിൽ വെള്ളം നന്നായിട്ട് തടിക്കുകയും കൊയ്ത്ത് കഴിഞ്ഞ പാടത്തേക്ക് തുറന്ന കഴകളിലൂടെ കനാലിൽ നിന്ന് വെള്ളം പ്രവേശിച്ചിട്ട് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ 16, 17, 18 വിവിധ പ്രദേശങ്ങളായിട്ടുള്ള കാമ്പുഴ, ജൂബിലി നഗർ, തീരദേശം, അംബേദ്കർ ഉന്നതി ഈ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. ചെക്ക് ഡാമിന്റെ പ്രവൃത്തി നടക്കുകയാണ്. അപ്പോൾ ഈ KLDC കനാലിലെ ഈ താൽക്കാലിക തടയണ നീക്കം ചെയ്യുന്ന ഘട്ടത്തിൽ ആ ചെക്ക് ഡാമിന്റെ പണിയുടെ ഭാഗമായി അവിടെ വെള്ളം തടഞ്ഞു നിൽക്കുന്ന പ്രവർത്തനമൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ അവിടെ കൃത്യമായി ഇവിടെ നിന്നുള്ള വെള്ളം ഒഴുകി പോകാനുള്ള നടപടിയും കൂടെ ഇതിന്റെ ഭാഗമായി സ്വീകരിക്കണം. അല്ലെങ്കിൽ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 16, 17, 18 വാർഡുകൾ ഉൾപ്പെടെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നു. ഇത് കൃത്യമായി ഈ കരാറെടുത്ത ഈ താൽക്കാലിക തടയണ കരാറെടുത്ത കരാറുകാരൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായി നീക്കം ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് വരണമെന്നാണ് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഞങ്ങൾക്ക് പൊതുവായി പറയാനുള്ളത്. കനാലിൽ തന്നെ നിർമ്മാണം പുരോഗമിക്കുന്ന മറ്റൊരു ചെക്ക് ഡാമിന്റെ ഭാഗത്തും തടയണ നിലനിൽക്കുന്നതിനാൽ ഒഴുക്ക് തടസ്സപ്പെടാൻ സാധ്യതയുള്ളതായി ജനപ്രതിനിധികൾ പറയുന്നു. KLDC കനാലിലെ താൽക്കാലിക തടയണ നീക്കം ചെയ്യുമ്പോൾ വെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്നതിന് സംവിധാനം ഒരുക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്.